കഥയെ ആരംഭിക്കുന്നത് മെർട്ട് എന്ന യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. മെർട്ട് ആളൊരു പ്ലേബോയും ഒരു കമ്പനിയുടെ ഓണറുമൊക്കെയാണ്. മെർട്ട് എന്ന് നഗരത്തിൽ നടക്കുന്ന ഒരു ആർട്ട് എക്സിബിഷൻ കാണാൻ പോയിരിക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു മാസ്റ്റർ പീസ് വർക്ക് അവനങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ആ സമയം അതിന്റെ അപ്പുറത്ത് നിന്ന് സുന്ദരിയായ പെൺകുട്ടി അവന്റെ കണ്ണിലുടക്കി. അതാ എന്നായിരുന്നു അവളുടെ പേര്. മെർട്ട് പിന്നാലെ അവളെ ഒന്ന് ഇംപ്രസ് ചെയ്യിക്കണം എന്ന മട്ടിൽ ആ ആർട്ടിന് മുമ്പിൽ വന്നു നിന്ന് അത് നോക്കിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് ഈ ആർട്ട് വർക്ക് തീരെ അങ്ങ് പിടിച്ചില്ല. അതെന്തു പറ്റി? ആ പെൺകുട്ടി ചോദിച്ചു. ഉടൻ അവൻ പറഞ്ഞു, ഇത് വളരെ തിരക്ക് പിടിച്ച് അങ്ങ് ചെയ്തു വെച്ച പോലെയുണ്ട്, ഒരു പൂർണ്ണതയില്ലാത്ത പോലെ. മാത്രമല്ല ഈ ആർട്ട് വർക്ക് എന്താണ് എക്സ്പ്രസ് ചെയ്യാൻ നോക്കുന്നത് എന്നങ്ങ് മനസ്സിലാവുന്നുമില്ല. അവൾ പറഞ്ഞു, കഠിന പരിശ്രമത്തെപ്പറ്റി ഒരു സ്റ്റോറിയുണ്ട്, അത് ബേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ശില്പമാണിത്. ആ കഥ പ്രകാരം ഒരു പ്രണയിതാവ് തന്റെ കാമുകിക്ക് വേണ്ടി കാത്തിരുന്നിരുന്നു. കാമുകി ഒടുവിൽ മരിക്കുവോളം വരെ. നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? അവളുടെ വിശദീകരണം കേട്ട് മെർട്ട് അവളോട് ചോദിച്ചു. ഉടൻ അത പറഞ്ഞു, ഇതെന്റെ വർക്കാണ്, ഈ ആർട്ട് എക്സിബിഷൻ നടത്തുന്നത് തന്നെ ഞാനാണ്. പിന്നാലെ മെർട്ടുമായി അധികം സംസാരിക്കാൻ നിൽക്കാതെ അവളങ്ങ് നടന്നു നീങ്ങി. മെർട്ട് ആ ശില്പം വാങ്ങാനും തീരുമാനിച്ചു. കഥ അവിടെ നിന്നും മെർട്ടിന്റെ സാധാരണ ജീവിതത്തിലേക്ക് തിരിയുന്നു. മെർട്ട് ഒരു പ്ലേബോയ് ആണ്. എപ്പോഴും അവന്റെ കൂടെ പെൺകുട്ടികളോ സ്ത്രീകളോ ഉണ്ടാകും. അവരുമായുള്ള കമ്പനി അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. പലപ്പോഴും ബാറുകളിലും അടിച്ചുപൊളി ജീവിതവുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലുമൊക്കെയായിരിക്കും അവനെ കാണാനാകുക. വളരെ ചീർഫുൾ നേച്ചറാണ് മെർട്ടിനുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ തന്റെ ചാമ്യം കൊണ്ടും മറ്റും മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കാൻ മെർട്ടിനൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. പോരാത്തതിന് മികച്ച രീതിയിൽ സംസാരിക്കാനുള്ള കഴിവും. മെർട്ട് ഒരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കോൾ സെന്റർ പോലാണ് അത് പ്രവർത്തിക്കുന്നത്. സങ്കടത്തിലുള്ള വ്യക്തികൾക്ക് ആ കോൾ സെന്ററിലേക്ക് വിളിക്കാം. അവർക്ക് കംഫോർട്ടും ഹാപ്പിനെസ്സും ആ കമ്പനി പ്രദാനം ചെയ്യുന്നു. അതെല്ലാം നടക്കുന്നത് മികച്ച കോൺവെർസേഷനുകളിലൂടെയാണ്. ആ ഒരു സമയത്താണ് മെർട്ടിന്റെ കമ്പനിയുടെ സാധ്യതകളും മറ്റും മനസ്സിലാക്കി ഒരു കൊറിയൻ കമ്പനി മെർട്ടിന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എത്തുന്നത്. അതിനെപ്പറ്റി ദീർഘമായ സംഭാഷണങ്ങൾ നടന്നു. ആ സമയം ഒരു എക്സിക്യൂട്ടീവ് മെർട്ടിനോട് ചോദിച്ചു, നിങ്ങളുടെ കമ്പനിയുടെ അടിസ്ഥാന വാചകമുണ്ടല്ലോ, അതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതായത് ഈ ലോകത്തുള്ള എല്ലാവരെയും സന്തോഷവാന്മാരാക്കും, സങ്കടങ്ങൾ ഇല്ലാതെ തന്നെയാക്കും. മെർട്ട് ധൈര്യത്തോടെ പറഞ്ഞു, തീർച്ചയായും ഞാനതിൽ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ ഈ കമ്പനിയിലെ ഓരോ എംപ്ലോയിയും വിളിച്ച് ഈ കാര്യം ചോദിക്കാം. അവർക്കും എന്റെ അതേ അഭിപ്രായമായിരിക്കും. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അവർ നിന്നിരുന്ന ആ കോൺഫറൻസ് റൂമിന്റെ വശത്തായി ഒരു മരമുണ്ടായിരുന്നു. മുകളിൽ നിന്ന് മരിക്കാൻ വേണ്ടി ചാടിയ ഒരു എംപ്ലോയി ആ മരത്തിൽ തങ്ങി നിന്നു. മെർക്ക് അത് കണ്ട് ഓടിയെത്തി അയാളെ പിടിച്ചു കയറ്റി. പിന്നാലെ കോൺഫറൻസ് റൂമിൽ കൊണ്ടിരുത്തി. ഡിസ്കഷൻ മുന്നോട്ടു പോയി. കൊറിയൻ കമ്പനിയുടെ ഹെഡ് പറഞ്ഞു, ഇയാൾ നിങ്ങളുടെ ഒരു എംപ്ലോയി ആണല്ലോ, അയാൾ സന്തോഷവാനാണ് എന്ന് സമ്മതിക്കണം. അയാൾക്ക് ദുഃഖമുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനി മുഖേന അത് മാറ്റിക്കൊടുക്കണം. അത് സക്സസ്ഫുൾ ആയി പൂർണ്ണമാവുകയാണെങ്കിൽ നമുക്ക് ഈ കോൺട്രാക്ട് അങ്ങ് സൈൻ ചെയ്യാം. അതിനായി ഞങ്ങൾ 1 മാസം സമയം അനുവദിക്കുന്നു. അതും പറഞ്ഞ് കൊറിയൻ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവുകൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി. അവർ പോയി കഴിഞ്ഞതും മെർട്ട് രക്ഷപ്പെടുത്തിയ ആ വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അയാൾ പറഞ്ഞു, എന്റെ പേര് താരിഖ് എന്നാണ്. ഞാൻ ഈ കമ്പനിയിൽ ഒരു എംപ്ലോയി ആണ്. കഴിഞ്ഞ 1 കൊല്ലമായി ഈ കമ്പനിയിൽ ഞാൻ ജോലി നോക്കുന്നുണ്ട്. കമ്പനിയിലെ ഒരു സ്ത്രീയോട് എനിക്ക് പ്രണയമുണ്ടായിരുന്നു. അതിനായി ഞാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു. പക്ഷേ അവൾ എന്നെ വേണ്ടെന്ന് വെച്ചു. അവളിപ്പോൾ മറ്റൊരാളുടെ കൂടെയാണ്. അത് കണ്ട് സഹിക്കാൻ പറ്റാതെയാണ് ഞാൻ എടുത്തുചാടിയത്. അത് കേട്ടതും മെർട്ട് അയാളോട് പറഞ്ഞു, തീർച്ചയായും ഞാൻ നിങ്ങളെ സഹായിക്കാം. ആ ഒരു സമയത്താണ് മെർട്ട് അത് കണ്ടത്. അതാ ആ വശത്തുകൂടി പോകുന്നു. മെർട്ട് അതയുടെ പിന്നാലെ ഫോളോ ചെയ്തു ചെന്നു. അതയും അത് ശ്രദ്ധിച്ചിരുന്നു. അത് പിന്നാലെ മെർട്ടിനോട് സംസാരിച്ചു, നിങ്ങളിങ്ങനെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് എന്നെ ഫോളോ ചെയ്യുന്നവരെ തീരെ ഇഷ്ടവുമല്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ രണ്ടുപേരും 2 ലോകത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മൾ തമ്മിൽ ഒന്നും കണക്റ്റ് ആവില്ല. അതുകൊണ്ട് കൂടുതൽ ശ്രമിച്ച് കഷ്ടപ്പെടണ്ട, പോവാൻ നോക്കിക്കോളൂ. പക്ഷേ മെർട്ട് മറുപടി പറഞ്ഞു, ശ്രമിക്കുകയാണെങ്കിൽ ഏത് 2 ലോകത്തിലുള്ളവരാണെങ്കിലും ഒന്നിച്ച് വരാൻ സാധിക്കും. അതാണ് ഈ ലോകം കാണിച്ചു തന്നിട്ടുള്ളതും. അതും പറഞ്ഞ് മെർട്ട് ഇറങ്ങിപ്പോയി. മെർട്ട് ഇറങ്ങുമ്പോ അതയുടെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങോട്ടേക്ക് വന്നിരുന്നു. മെർട്ട് അവളുമായും സംസാരിച്ചു. അങ്ങോട്ടേക്ക് കയറി വന്ന ആ ബെസ്റ്റ് ഫ്രണ്ട് അതയോട് ചോദിച്ചു, ആരാണ് ആ സുന്ദരനായ സുമുഖനായ സംസാരിക്കുന്ന യുവാവ്? ഓ അത് സമ്പന്നനായ ഒരു പ്ലേ ബോയ്. കുറച്ചായി എന്നെ ശല്യം ചെയ്യുന്നു. ഉടനെ ആ ബെസ്റ്റ് ഫ്രണ്ട് ചോദിച്ചു, ഇങ്ങനെ പറയാൻ നിനക്കെങ്ങനെ പറ്റുന്നു? നീ ഇന്നേ വരെ ആരുമായി പ്രണയത്തിലാവുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെങ്ങനെ അയാളെ ജഡ്ജ് ചെയ്ത് അയാളൊരു മോശം മനുഷ്യനാണെന്ന് നീ ഇങ്ങനെ പറയുന്നേ? ഉടൻ അത് പറഞ്ഞു, നിന്നോട് ആര് പറഞ്ഞു ഞാൻ ആണുങ്ങളുമായി അടുത്തിടപഴകിയിട്ടില്ലെന്ന്? എനിക്ക് ആണുങ്ങളെ അറിയാൻ പാടില്ലെന്ന്. എന്റെ ജീവിതം മുഴുവൻ എന്റെ സഹോദരന്റെ ഒപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ ഈ ആണുങ്ങളെ പറ്റി എനിക്ക് നല്ല പിടിപാടുണ്ട്. മെർട്ട് അതൊക്കെ കേട്ടിരുന്നു. മെർട്ട് അതയുടെ സഹോദരനെ പറ്റി
അന്വേഷിച്ചു. പിന്നാലെ ആ വിവരവും കിട്ടി. മെർട്ടിന്റെ കമ്പനിയിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച താരിഖ് എന്ന ആ വ്യക്തിയുണ്ടല്ലോ, അയാളാണ് അതയുടെ സഹോദരൻ. അതോടെ മെർട്ട് താരിഖിനെ കണ്ട് സംസാരിക്കാൻ തീരുമാനിച്ചു. താരിഖിനോട് സംസാരിക്കുമ്പോൾ താരിഖ് പറഞ്ഞു, എന്റെ ഉള്ളിൽ ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ മെച്ചപ്പെടാൻ സാധിക്കുമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് എനിക്കുണ്ട്. മെർട്ട് താരിഖിനെ സഹായിക്കാൻ തീരുമാനിച്ചു. ആദ്യഘട്ടത്തിൽ അവന് വേണ്ട ഉപദേശങ്ങൾ കൊടുത്തും ഒരു മേക്ക് ഓവർ നടത്തിയും അവനെ ഇംപ്രസീവ് ആക്കുകയായിരുന്നു മെർട്ടിന്റെ ലക്ഷ്യം. അങ്ങനെ ഒരുപാട് ഉപദേശിച്ച് താരിഖ് ഒരു ഡേറ്റിന് പോവാൻ തയ്യാറായി. ആദ്യത്തെ ഡേറ്റിന് താരിഖ് പോയി. ഓരോ ഘട്ടത്തിലും അവിടെ മാറിയിരുന്ന് താരിഖിന് വേണ്ട നിർദ്ദേശങ്ങൾ മെർട്ട് കൊടുത്തു. എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന ഓരോ കാര്യങ്ങളും. താരിഖ് സ്ട്രഗിൾ ചെയ്യുന്ന ഓരോ ഘട്ടത്തിലും മെർട്ടിന്റെ ഹെൽപ്പ് കൃത്യമായിട്ടെത്തി. പതിയെ താരിഖ് മെർട്ടിനെ തന്റെ ഏറ്റവും വിശ്വസ്തനായ ട്രൂ ഫ്രണ്ടായി നോക്കിക്കാണാൻ തുടങ്ങി. അന്നൊരു ദിവസം രാത്രിയിൽ അവരൊരുപാട് സംസാരിച്ച് മദ്യപിച്ചിരുന്നു. താരിഖിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ മെർട്ട് പോയി. അന്നാണ് മെർട്ട് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, താരിഖും അതയും ഒരേ വീട്ടിൽ ഒന്നിച്ചാണ് താമസിക്കുന്നതെന്ന്. പക്ഷേ താരിഖിന്റെ ഈ മാറ്റങ്ങളിൽ അത് കുറച്ച് വല്ലാതാകുന്നുണ്ടായിരുന്നു. താരിഖിനെ വല്ല ചീത്ത കൂട്ടുകെട്ടിലും ചെന്നുപെട്ടോ അതോ മറ്റെന്തെങ്കിലും സംഭവിച്ചോ? എന്താണ് ഇയാൾ ഇങ്ങനെ മാറാനും ബിഹേവിയറൽ ചേഞ്ച് കാണിക്കാനുമൊക്കെ ആരംഭിച്ചത്? അത് വല്ലാതെ സംശയാലുവായി. അതുകൊണ്ട് തന്നെ താരിഖിനെ ഫോളോ ചെയ്യാൻ അത് തീരുമാനിച്ചു. തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനൊപ്പം താരിഖ് പോകുന്ന ഇടങ്ങളിലൊക്കെ അത് ഫോളോ ചെയ്തു. പക്ഷേ അവൾ വിചാരിച്ച പോലെ ഒരു വിവരവും അവൾക്ക് കിട്ടിയതേയില്ല. അടുത്ത ദിവസം മെർട്ട് അതയെ ഫോളോ ചെയ്തു. തന്റെ ഒപ്പം ഒരു ദിവസം ഔട്ടിങ്ങിന് വരാൻ വേണ്ടി ക്ഷണിച്ചു. പക്ഷേ അതൊക്കെ അതിൽ താല്പര്യമില്ലായിരുന്നു. പിന്നാലെ അവൻ അവിടെ വെച്ച് ഒരു തൂവാല കൊണ്ട് തന്റെ കണ്ണു കെട്ടി വേഗത്തിൽ വണ്ടികൾ പായുന്ന റോഡിലേക്ക് ഇറങ്ങി. അവൾ സമ്മതിക്കാതെ താൻ അവിടെ നിന്ന് വരില്ലെന്ന് പറഞ്ഞു. അതൊക്കെ കണ്ട് അവിടെ ഒരു ആൾക്കൂട്ടം തന്നെ തടിച്ചുകൂടാൻ തുടങ്ങിയിരുന്നു. അതൊക്കെ എടുത്ത് ഡേറ്റിന് ചെല്ലാമെന്ന് പറ, അത് സമ്മതിക്ക് എന്നൊക്കെ ആൾക്കൂട്ടം പറഞ്ഞു. ഒടുവിൽ ഒരു വലിയ ട്രക്ക് അവനെ ഇടിക്കുമെന്ന അവസ്ഥ വരെ വന്നു. പെട്ടെന്ന് അതാ ഞാൻ ഔട്ടിങ്ങിന് വരാം എന്ന് വിളിച്ചു പറഞ്ഞ് സമ്മതിച്ചു. പിന്നാലെ അവൾ കരികിലേക്ക് വന്ന് അവൻ പറഞ്ഞു, ഔട്ടിങ്ങിന് പോവേണ്ടുന്ന ദിവസം എത്തുമ്പോ എനിക്കൊരു സിഗ്നൽ തന്നാ മതി, ഞാൻ റെഡിയാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അത് മെർട്ടിന്റെ വിവരങ്ങൾ ഫേസ്ബുക്കിൽ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അബദ്ധത്തിൽ അവന്റെ ഒരു ഫോട്ടോയ്ക്ക് അവൾ ലൈക്ക് ചെയ്തു. മെർട്ടും അത് നോക്കിക്കണ്ടു. ഇതാണ് പറ്റിയ സമയം എന്നവന് മനസ്സിലായി. അതയാണെങ്കിൽ അബദ്ധത്തിൽ ലൈക്ക് ചെയ്തു പോയല്ലോ എന്ന രീതിയിൽ വല്ലാതായിരുന്നു. മെർട്ട് അതൊരു സിഗ്നലായിട്ട് എടുത്തു. അതയ്ക്കൊപ്പം ഔട്ടിങ്ങിന് പോവാൻ തയ്യാറായി. അടുത്ത ദിവസം ഔട്ടിങ്ങിനായി അത് വന്നപ്പോ പതിവ് രീതിയിൽ താൻ മറ്റു പെൺകുട്ടികളെ ഇംപ്രസ് ചെയ്യിക്കുന്ന പോലെ അതയെയും ഇംപ്രസ് ചെയ്യിക്കാൻ മെർട്ട് ശ്രമിച്ചു. ബലൂൺസും പപ്പീസുമൊക്കെ അതൊക്കെ ലഭ്യമാക്കിക്കൊണ്ടായിരുന്നു അത്. എന്തിനേറെ പറയുന്നു, സീക്രട്ടായി അവൾക്കായി ഒരു ഫോണും അവളുടെ ബാഗിൽ അവൻ വെച്ചുകൊടുത്തു. അതോടുവിൽ ആ ഫോൺ കണ്ടെത്തി മെർട്ടുമായി സംസാരിച്ചു. ഈ ഫോൺ ഇങ്ങനെ വെക്കുന്ന ഈ ഒരു ട്രിക്ക് കൊണ്ടും പപ്പീസും ബലൂൺസും ഒക്കെ അടുത്തെത്തിച്ചും എന്നെ ഇംപ്രസ്ഡ് ആക്കാം എന്നാണോ നീ വിചാരിച്ചു വെച്ചേക്കുന്നേ? പാർട്ടീസും ടാറ്റൂസും ഒക്കെ എന്നെ ഇംപ്രസ് ചെയ്യിക്കാൻ പാകത്തിന് വർക്കാകും എന്നാണോ നീ കരുതിയിരിക്കുന്നേ? മെർട്ട് അപ്പോഴേക്കും അവളുടെ മുമ്പിലെത്തിയിരുന്നു. മെർട്ട് പറഞ്ഞു, എനിക്കറിയാം നീ ഡിഫറന്റ് ആണെന്ന്. ഞാൻ ശ്രമിക്കുന്ന എല്ലാ കാര്യങ്ങളും നിന്റെ അടുത്ത് പരാജയപ്പെടുവാണല്ലോ. എനിക്കാകെ വേണ്ടത് നിന്നെയും കൂട്ടി ഒരു ഔട്ടിംഗ് മാത്രമാണ്, ഒരു ഡേറ്റ് ആണ്. നിനക്ക് സമ്മതമാണെങ്കിൽ അറിയിക്കൂ. അതയുടെ കൂടെ ഉണ്ടായിരുന്ന ബെസ്റ്റ് ഫ്രണ്ടും അതയോട് അതിന് സമ്മതിക്കാൻ പറഞ്ഞു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അത് ഡേറ്റിന് ഓക്കെ പറഞ്ഞു. അങ്ങനെ ആ ദിവസം എത്തി. പക്ഷേ അതയുമായി മെർട്ട് ഡേറ്റിന് പോയത് ഒരു കാർ റേസിംഗ് ട്രാക്കിലേക്കായിരുന്നു. അതും ഒരു ഓഫ് റോഡ് ട്രാക്ക്. ശരിക്കും ഇതൊരു ഡേറ്റ് ആയിട്ടാണോ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നേ? അത് മെർട്ടിനോട് ചോദിച്ചു. ആണെന്ന് അവൻ പറഞ്ഞു. നീ മറ്റുള്ള പെൺകുട്ടികളെ പോലൊന്നും അല്ലല്ലോ, അതുകൊണ്ടാ നിന്നെ ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവന്നേ. തന്റെ കോ പാസഞ്ചറായി കോ റൈഡറായി അതയെ മെർട്ട് ചുമതലപ്പെടുത്തി. അവരൊന്നിച്ച് ആ ഓഫ് റോഡ് റേസിംഗിൽ പങ്കെടുത്തു. മികച്ച രീതിയിൽ റേസിംഗ് നടന്നു. റേസിംഗ് കാണാൻ താരിഖും എത്തിയിരുന്നു. താരിഖ് കാണാതെ അതയുടെ മുഖം മറിക്കാൻ മെർട്ട് കുറച്ച് കഷ്ടപ്പെട്ടിരുന്നു. എന്തായാലും അന്ന് മത്സരം അവസാനിച്ചപ്പോ മത്സരത്തിൽ വിജയിച്ചത് അതയും മെർട്ടുമായിരുന്നു. ആ റേസിംഗിൽ അതവല്ലാതെ ഇംപ്രസ്ഡ് ആയിരുന്നു. അന്ന് അതയെ മെർട്ട് തന്നെ അവളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. മെർട്ടിനൊരു കോഫി കുടിക്കാൻ അത് ക്ഷണിച്ചു. വീട്ടിലെത്തി അവരൊന്നിച്ച് സംസാരിച്ചിരുന്നു. നീ ഇവിടെ തനിച്ചാണോ താമസം? മെർട്ട് ചോദിച്ചു. അല്ലെന്നും സഹോദരൻ കൂടെയുണ്ടെന്നും എനിക്കാകെയുള്ളത് സഹോദരനാണ് എന്നും അവൾ മറുപടി പറഞ്ഞു. പിന്നാലെ തന്റെ സഹോദരൻ താരിഖ് ഒരു ഫേമിൽ വർക്ക് ചെയ്യുകയാണെന്നും എനിക്ക് അവനൊരുപാട് ഇഷ്ടമാണ് എന്നും അവൾ പറഞ്ഞു. അന്ന് രാത്രിയിൽ പക്ഷെ ഒരു പ്രശ്നമുണ്ടായി. താരിഖ് ഒരുപാട് വൈകിയായിരുന്നു വീട്ടിൽ വന്നത്. അതയും താരിഖും അത് പറഞ്ഞ് വലിയ വഴക്ക് തന്നെ ഉണ്ടായി. താരിഖിന്റെ ഇപ്പോഴത്തെ ബിഹേവിയറോ ഈ സ്വഭാവങ്ങളൊന്നും ശരിയല്ലെന്നും തനിക്കതൊന്നും
എനിക്കിതൊന്നും ഇഷ്ടമാവുന്നില്ല എന്നും പറഞ്ഞ അത സഹോദരന് ഒരുപാട് വഴക്ക് പറഞ്ഞു. താരിക്കും തിരികെ ഒച്ചയെടുത്തു. പരസ്പരം വേദനിപ്പിക്കുന്ന നല്ല രീതിയിലുള്ള വാക്കുകൾ അവർ ഉപയോഗിച്ചിരുന്നു. അടുത്ത ദിവസം അത ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയിരുന്നു. താരിക്ക് കഴിക്കാൻ ചെന്നിരുന്നു. അത പറഞ്ഞു, ഹെൽത്തി ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ ഓയിൽ ഒരുപാട് ഉപയോഗിച്ചിട്ടില്ല. താരിക്കെന്ന് അതയോട് ക്ഷമ പറയുകയാണ്. ഇന്നലത്തെ കാര്യങ്ങൾക്ക് നീ എന്നോട് ക്ഷമിക്കണം. എനിക്കറിയാം നമ്മുടെ പാരന്റ്സ് ഇല്ലാതായ ശേഷം നീ എന്റെ ഒരുപാട് കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാ അതുകൊണ്ട് എനിക്ക് വളരാൻ സാധിച്ചില്ല. എന്റെ ജീവിതത്തിലെ മുമ്പോട്ടേക്കുള്ള പാതകളിൽ അത് പലപ്പോഴും തടസ്സങ്ങൾ തീർത്തു. എന്റെ പഠനകാര്യത്തിൽ ഞാൻ പലപ്പോഴും പരാജയപ്പെട്ടു. വിവാഹം കഴിഞ്ഞിട്ട് അതിലെ പ്രശ്നങ്ങൾ വരെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണമെന്നോ പ്രശ്നം വന്നാൽ അതിനെ എങ്ങനെ നേരിടണമെന്നോ എനിക്കൊരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാ വിവാഹം കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ ഞാൻ ഡിവോഴ്സ് ആയതുപോലും. എന്നെ ഒരു കുട്ടിയെപ്പോലെ നീ ടേക്ക് കെയർ ചെയ്യുന്നത് നിർത്തണം. എന്നാലേ എനിക്ക് എന്റേതായ രീതിയിൽ മനോവളർച്ച വരൂ, കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റൂ, ജീവിതത്തെ എന്റെ പെർസ്പെക്റ്റീവിലൂടെ കാണണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അതൊക്കെ കേട്ടതും അതൊക്കെ കുറ്റബോധവും ദുഃഖവും തോന്നി. താരിക്ക് ഇന്ന് കടന്നു പോകുന്ന ഈ അവസ്ഥയ്ക്ക് പിന്നിൽ താനും ഒരു കാരണമാണ് എന്ന് അവൾക്ക് തോന്നി. പിന്നാലെ താരിക്ക് പറഞ്ഞു, എനിക്ക് ഒരു സുഹൃത്തുണ്ട്. ആള് ചെറിയൊരു പ്ലേ ബോയ് ഒക്കെയാണ്. അവനാണ് എന്റെ ഇപ്പോഴത്തെ മാറ്റങ്ങൾക്ക് കാരണം. അവനെനിക്ക് എന്റെ ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ട ട്രെയിനിങ് തരുന്നുണ്ട്. എങ്ങനെ കാര്യങ്ങൾ മാനേജ് ചെയ്യണം, ലേഡീസിനെ ഇംപ്രസ് ചെയ്യണം, പേഴ്സണൽ കെയർ ചെയ്യണം, ഇങ്ങനെ പല കാര്യങ്ങളും അവൻ എന്നെ പഠിപ്പിച്ചു. അതൊക്കെ കേൾക്കുമ്പോ ഒരു വല്ലായിക തോന്നുന്നുണ്ടെങ്കിലും താരിക്കിലത് മാറ്റങ്ങൾ വരുത്തുന്നു എന്നത് അവൾക്കല്പം സമാധാനം നൽകുന്നതായിരുന്നു. അത് മിണ്ടാതിരുന്നതേയുള്ളൂ. ശേഷം താരിക്കിനടുത്തു ചെന്ന് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തു. അടുത്ത ദിവസം മെർട്ട് അതയെ വിളിച്ചു. നീ ഫ്രീ ആണോ, മീറ്റ് ചെയ്താലോ എന്ന് ചോദിച്ചു. ഉടൻ അത പറഞ്ഞു, ഞാനിപ്പോ ടൗണിന് പുറത്താ ഉള്ളത്. നിനക്ക് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാ മതി, നമുക്ക് മീറ്റ് ചെയ്യാം. അത് കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു മെർട്ട്. തന്റെ കാര്യങ്ങൾ മാറ്റിവെച്ച് അതയെ കാണുവാൻ വേണ്ടി മെർട്ട് പോയി. അതയെന്ന് തന്റെ സുഹൃത്തിന്റെ വിവാഹ പാർട്ടിയിൽ പങ്കെടുക്കുകയായിരുന്നു. അവിടെ അവർ ഒന്നിച്ച് കുറേയധികം സമയം ചിലവഴിച്ചു. ക്വാളിറ്റി ടൈം, സന്തോഷവും സമാധാനവും പ്രണയവും നിറഞ്ഞു നിന്ന നിമിഷങ്ങൾ. ശേഷം പാർട്ടി കഴിഞ്ഞവർ നടക്കാനിറങ്ങി. പോരുന്ന വഴിക്ക് അത് മെർട്ടിനെ അവിടുണ്ടായിരുന്ന ഒരു പഴയ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൾ പറഞ്ഞു, ഈയടുത്ത് ഞാൻ ഈ വീട് വാങ്ങി. അത പറഞ്ഞു, ഇത് എന്റെ പാരന്റ്സിന്റെ വീടാണ്. ഞങ്ങൾ ഇവിടായിരുന്നു ജനിച്ചു വളർന്നത്. പക്ഷേ അവരുടെ മരണശേഷം എന്റെ വിദ്യാഭ്യാസത്തിനും മറ്റുമായി ഞങ്ങൾക്കിത് വിൽക്കേണ്ടി വന്നു. ഇപ്പോൾ ഞാനിത് തിരികെ വാങ്ങി. ഇത് എനിക്കെന്റെ സഹോദരന് സമ്മാനിക്കണം. ഇവിടെ എന്തെങ്കിലും ബിസിനസ്സും ആരംഭിക്കണം. അവരുടെ സംസാരം മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു. താരിക്കിനെ പറ്റിയുള്ള കാര്യങ്ങളും മെർട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു കാലത്ത് എന്റെ സഹോദരൻ യൂണിവേഴ്സിറ്റി ടോപ്പർ ആയിരുന്നു. പക്ഷെ പാരന്റ്സിന്റെ മരണശേഷം അവന്റെ മേൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വന്നു. അവൻ പഠനം ഉപേക്ഷിച്ചു. അവന്റെ കരിയറിലേക്ക് ഇറങ്ങി. എന്നാലേ എനിക്ക് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിക്കൂ എന്നായിരുന്നു അവൻ പറഞ്ഞത്. പിൽക്കാലത്ത് അവന് വലിയൊരു ജോബ് ഓഫർ വരെ വന്നതാണ്. പക്ഷെ അവനത് വേണ്ടെന്ന് വെച്ചു. എനിക്കായി നാട്ടിൽ തന്നെ ചെറിയൊരു ജോലി ചെയ്ത് നിലകൊണ്ടു. ഞാൻ ഇൻഡിപെൻഡന്റ് ആവുന്നവരെ അത് തുടരാനായിരുന്നു അവന്റെ ലക്ഷ്യം. ആ കാര്യങ്ങളിലൊക്കെ അവൻ വിജയം നേടുകയും ചെയ്തു. ഇന്നിപ്പോ ഞാൻ ഈ നിലയിൽ എത്തി നിൽക്കുന്നില്ലേ, ഇതെല്ലാം എന്റെ സഹോദരന്റെ ത്യാഗങ്ങൾ കൊണ്ട് മാത്രമാണ്. അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്. പിന്നാലെ അവളൊരു കാര്യം കൂടി പറഞ്ഞു, ഇന്ന് ഞാൻ ഈ വീട് തിരികെ വാങ്ങിയല്ലോ, ഇതിൽ നിങ്ങൾക്കും ഒരു പങ്കുണ്ട്. എന്റെ ആ ആർട്ട് വർക്ക് വലിയ വില കൊടുത്ത് നിങ്ങൾ വാങ്ങിയില്ലേ, അതുകൊണ്ടാണ് എനിക്കിത് വാങ്ങാൻ സാധിച്ചത്. അവരുടെ ആ സംസാരം അവരെ അന്ന് ഒരുപാട് അടുപ്പിച്ചിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് പ്രണയത്തിന്റെ നല്ല നാളുകളായിരുന്നു. ഒരു ദിവസം അത് തന്റെ സഹോദരനെ താൻ വാങ്ങിയ വീടിനടുത്തേക്ക് ക്ഷണിച്ചു. സർപ്രൈസായി അതവനെ കാണിക്കാനായിരുന്നു അതയുടെ പദ്ധതി. മെർട്ടിനെയും അങ്ങോട്ടേക്ക് അത് ക്ഷണിച്ചിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് മെർട്ടിൽ നിന്ന് ആ കാര്യം അത് മനസ്സിലാക്കുന്നത്. താരിക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവിടെ തുടർന്നാൽ കള്ളം പൊളിയുമോ എന്നൊരു ഭയം മെർട്ടിനുണ്ടായിരുന്നു. ഇതുവരെ താരിക്കിന്റെ കൂടെ ഉണ്ടായിരുന്നത് താനാണ് എന്നതേ മെർട്ട് അറിയിച്ചിട്ടില്ലല്ലോ. മൊത്തത്തിൽ അതൊരു പ്രശ്നമാകുമോ എന്ന് മെർട്ട് ഭയപ്പെട്ടു. അതുകൊണ്ടൊരു കാരണമുണ്ടാക്കി അവിടെ നിന്ന് മെർട്ട് വലിഞ്ഞു. പിന്നാലെയാണ് താരിക്ക് അങ്ങോട്ടേക്ക് എത്തിയത്. താരിക്ക് അവിടെത്തി, നിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അവനെവിടെ എന്ന് അതയോട് ചോദിച്ചു. അത പറഞ്ഞു, ഒരു തിരക്ക് വന്നു, അവൻ പോയി. ഇതേ സമയം ബോട്ടിൽ അവിടെ നിന്ന് മെർട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ഓരോന്നും ചിന്തിച്ചു. സത്യങ്ങളിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ ഓടിയൊളിക്കാൻ സാധിക്കില്ല. അതയോട് സത്യം പറഞ്ഞേ തീരൂ. മെർട്ട് ഉറപ്പിച്ചു. വല്ലാത്തൊരു ഫീലിംഗ്സ് അവന്റെ മനസ്സിൽ തോന്നുന്നുണ്ടായിരുന്നു. ഉള്ളിന്റെ ഉള്ളിൽ അതയോടവൻ വല്ലാത്തൊരു പ്രണയത്തിലായി കഴിഞ്ഞു. സത്യങ്ങൾ അവളെ അറിയിച്ചേ പറ്റൂ. മെർട്ട് ബോട്ട് തിരിച്ചു. അതയ്ക്കും താരിക്കിനും അടുത്തേക്കെത്തി. മെർട്ടിനെ കണ്ടതും താരിക്കിന് സന്തോഷമായി. താരിക്ക് അങ്ങോട്ടേക്ക് വന്ന് മെർട്ടിനെ അതയ്ക്ക് പരിചയപ്പെടുത്തി. ഇതാണ് ഞാൻ നിന്നോട് പറഞ്ഞ എന്റെ പ്ലേ ബോയ് ഫ്രണ്ട്. ഇവനാണ് എനിക്ക് ട്രെയിനിങ് തരുന്നത്.
പറഞ്ഞത്. അത് കേട്ടതും അതയാകെ വല്ലാതായിരുന്നു. അവൾക്ക് മെർട്ടിനോട് വല്ലാത്തൊരു ദേഷ്യം തോന്നി. തന്നോട് അടുക്കുവാൻ വേണ്ടി മെർട്ട് തന്റെ സഹോദരനെ ഉപയോഗിക്കുകയായിരുന്നു എന്നായിരുന്നു അവൾ ചിന്തിച്ചത്. താരിഖ് അവിടെ നിന്ന് മാറിയപ്പോ അത് മെർട്ടിനോട് സംസാരിച്ചു. അപ്പോ എന്നോട് അടുക്കാനുള്ള നിങ്ങളുടെ ലക്ഷ്യമൊക്കെ നിറവേറിയില്ലേ? എന്റെ സഹോദരനെയും ഈ നിലയ്ക്കാക്കി. ഇനിയിപ്പോ വേറൊന്നുമില്ലല്ലോ, ഇവിടുന്ന് പോവാൻ നോക്കിക്കോളൂ. രോഷത്തിൽ അത് മെർട്ടിനോട് പറഞ്ഞു. മെർട്ടിന്റെ ഹൃദയം തകർന്നിരുന്നു. തന്റെ ഭാഗം വിശദീകരിക്കാൻ മെർട്ടിന് സാധിച്ചതേയില്ല. അവൻ അവിടെ നിന്ന് മടങ്ങി. അടുത്ത ദിവസം അതയും കൂട്ടുകാരിയും ഇന്റർനെറ്റിൽ ഓരോ കാര്യം നോക്കുകയായിരുന്നു. അപ്പോഴാണ് താരിഖും മെർട്ടുമായി ബന്ധപ്പെട്ട കമ്പനിയിലെ വിഷയങ്ങളും കൊറിയൻ ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യവുമായൊക്കെ ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ അതയുടെ കൂട്ടുകാരി കാണുന്നത്. കൂട്ടുകാരി അത് അതയെ കാണിച്ചു കൊടുത്തു. ആ കൂട്ടത്തിൽ താരിഖിന്റെ ആത്മഹത്യാശ്രമവുമായി ബന്ധപ്പെട്ട വാർത്തകളും അതിന്റെ വീഡിയോയും ഉണ്ടായിരുന്നു. അത് കണ്ട് അത് ഞെട്ടി താരിഖിനെ വിളിച്ച് ആ കാര്യങ്ങളെപ്പറ്റി ചോദിച്ചു. താരിഖ് അതൊക്കെ സത്യമാണ് എന്ന് സമ്മതിച്ചു. അതിനുശേഷമാണ് തന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി മെർട്ട് തനിക്ക് ട്രെയിനിങ് തന്നത്, തന്നെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കിയത് എന്നും താരിഖ് പറഞ്ഞു. ഒക്കെ മനസ്സിലാക്കിയതും മെർട്ടിനെ തെറ്റിദ്ധരിച്ചതിൽ അതയ്ക്ക് വലിയ കുറ്റബോധം തോന്നി. താരിഖിനെ മാറ്റാനും സഹായിക്കാനും മെർട്ട് ശ്രമിച്ചത് തന്നോടടുക്കാനായിരുന്നില്ല എന്നവൾ തിരിച്ചറിഞ്ഞു. ആത്മഹത്യ ചെയ്യാൻ വരെ ശ്രമിച്ച തന്റെ സഹോദരനെ മെർട്ട് രക്ഷിക്കുകയായിരുന്നു എന്നത് മനസ്സിലാക്കി. ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മെർട്ട് ഇപ്പോൾ എന്റെ കൂടെ ഉണ്ടെന്നും എനിക്കാകെ വിശ്വസിക്കാൻ പറ്റുന്ന എന്റെ ഒരേ ഒരു യഥാർത്ഥ സുഹൃത്ത് മെർട്ടാണ് എന്നും താരിഖ് കൂടി പറഞ്ഞപ്പോ തലേന്ന് അവനോട് പറഞ്ഞ വാക്കുകൾ ഓർത്ത് അതയ്ക്ക് തന്നോട് തന്നെ വല്ലാത്തൊരു വെറുപ്പ് തോന്നി. മെർട്ടിനെ കണ്ട് അവനോട് ക്ഷമ ചോദിക്കണം എന്നതയ്ക്ക് തോന്നിയിരുന്നു. അന്ന് വൈകുന്നേരം മെർട്ട് ഒരു പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുകയാണ്. ആ സമയം ഒരു റിപ്പോർട്ടർ ചോദിച്ചു, നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫിനെ പറ്റി നിങ്ങൾക്ക് എന്തു തോന്നുന്നു? മെർട്ട് പറഞ്ഞു, കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ ജീവിതം ഇപ്പോൾ ഫുൾഫിൽഡ് ആയതുപോലെ തോന്നുന്നു. പിന്നാലെ മറ്റൊരു റിപ്പോർട്ടർ മെർട്ടിനോട് ചോദിച്ചു, നിങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നല്ലോ സക്സസും പണവും സമ്പത്തും ഒക്കെയാണ് യഥാർത്ഥ സന്തോഷത്തിന്റെ അടിസ്ഥാനമെന്ന്, ചിഹ്നങ്ങളെന്ന്. അതിലിപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ഈ ചോദ്യം കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ യെസ് എന്ന് ഉത്തരം പറഞ്ഞേനെ. പക്ഷേ ഇപ്പോൾ യഥാർത്ഥ സന്തോഷം എന്തൊക്കെയാണെന്ന് ഏകദേശ തിരിച്ചറിവ് എനിക്കുണ്ട്. ഒരു സഹോദരൻ തന്റെ ജീവിതവും കരിയറും പോലും തന്റെ സഹോദരിക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നു. അവളുടെ സക്സസ് കണ്ട് അയാൾ അതിൽ സന്തോഷിക്കുന്നു. ഒരു സഹോദരി തന്റെ സഹോദരന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അയാൾ ആഗ്രഹിച്ച പോലെ ജീവിക്കുന്നു. അതിൽ സന്തോഷം കണ്ടെത്തുന്നു. തന്റെ സഹോദരൻ സന്തോഷിക്കുന്നത് കണ്ട് അതിൽ തൃപ്തിപ്പെടുന്നു. ഇതെല്ലാം തന്നെ വലിയ സന്തോഷങ്ങൾ. ഇതൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സമയമെടുത്തു. അതൊക്കെ കേട്ട് അവിടുണ്ടായിരുന്ന അത് മുമ്പിലേക്ക് കയറി വന്നു. മെർട്ടിനെ വിളിച്ച് മെർട്ടിന്റെ മാറ്റങ്ങളിൽ താൻ സന്തോഷിക്കുന്നുവെന്നും എനിക്ക് നിങ്ങളോട് ക്ഷമ പറയണമെന്നും പറഞ്ഞു. മെർട്ട് അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവരിരുവരും ആ മീഡിയക്ക് മുമ്പിൽ വെച്ച് തന്നെ സംസാരിച്ചു. പരസ്പരം പ്രപ്പോസ് ചെയ്തു. ഇരുവരും ഒന്നിക്കുകയായിരുന്നു. മെർട്ടും അതയും താരിഖിന്റെ പുതിയ ഗേൾഫ്രണ്ടും അതയുടെ കൂട്ടുകാരിയും ഒന്നിച്ച് ഒരു ഡിന്നർ അവർ പുതുതായി തുറക്കാൻ പോകുന്ന ബിസിനസ് പ്ലേസിൽ സന്തോഷത്തോടെ സംസാരിച്ച് കഴിച്ചിരിക്കുന്ന ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.